ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിരുന്ന കേട്ടോ. അതായത് ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ലൈഫായിരുന്നു എൻ്റെ ലൈഫ്. ഇപ്പോൾ ഇത്രയും ചെറിയ തോതിലെങ്കിലും ക്രമീകരണം വരുവാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. സോ 8 മണി 8:30 ആകുമായിരുന്നു എന്നും എണീക്കാൻ വേണ്ടി. ആ ശീലം മാറ്റി ഞാനിപ്പോൾ 7 മണിക്ക് എന്നും എണീക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും പിന്നെ വീഡിയോസ് റെഗുലറായിട്ട് ഇപ്പോൾ ഇടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പാറ്റേണും എല്ലാം തന്നെ ഒന്ന് സെറ്റായി ക്രമീകരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ്, അതായത് ഫിൽറ്റർ ഒന്നും ഇടാത്ത ഫേസ് കേട്ടോ. ചില സമയത്ത് ഞാൻ ഫിൽറ്റർ ഇടുന്നത് എൻ്റെ ഫേസ് അങ്ങോട്ട് ബ്രൈറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. എനിക്ക് ഈ ഒരു റൂം ഫിൽറ്റർ ഇടുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്നൊരു എന്താ പറയുക, കുറച്ചൊരു മാറ്റം വരുന്നതായിട്ട് ഇതായിട്ടുണ്ട്. ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് അത്ര ബാക്ക്ഗ്രൗണ്ട് സെറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഫിൽറ്റർ ഇടുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ആക്ച്വൽ ഫേസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്കൊരു ചെറിയ കോഫി ഡേറ്റിന് പോവാം. ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തൊട്ട് നമ്മൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനൊരു 40 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഫുഡ് പാറ്റേൺ, ലൈഫ് സ്റ്റൈൽ മൊത്തം ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇന്ന് ഞാൻ 7 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഞാൻ 7:30 എണീക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ഒറ്റയടിക്ക് നമ്മളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 8 മണിക്കാണ് ഞാൻ യൂഷ്വലി എണീക്കാറ്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് 7 മണിക്ക് എണീക്കാൻ സാധിച്ചു. തലേന്നേ നമ്മൾ രാത്രിയിലെ മൈൻഡിൽ ഒന്ന് ചേഞ്ച് ആകണം എന്ന് വിചാരിച്ച് കിടന്നതുകൊണ്ടായിരിക്കണം എനിക്ക് എന്തോ 7 മണിക്ക് എണീക്കാൻ സാധിച്ചു. സോ ഇപ്പം സമയം 7:30 ആ ഒരു ടൈമായിരിക്കും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഷോർട്ട് സ്ലീവ്സാണ് വരുന്നത്. എനിക്ക് കൂടെ നല്ലൊരു ഭംഗിയുണ്ട്. എന്താ ഇത് വരുന്നത് നമ്മുടെ നീലേക്കാട്ടിലും ഒരു കാഫ് ലെങ്ത് ആട്ടോ വരുന്നത്. ഇതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി മീഷോയിൽ ഞാൻ പണ്ട് മേടിച്ചതുണ്ട്. ഇതിന് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഐ തിങ്ക് ഗോൾഡൻ അക്സസറീസ് ആണ് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ടുള്ളത്. കണ്ടോ, സിൽവറും ഓക്കെ ആണ്. ഞാൻ ഇത് കുറേ കാലമായി മേടിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതുമായിട്ട് ജസ്റ്റ് പോവാം. മുടി നമ്മൾ കഴിഞ്ഞ ദിവസം ബാങ്ക്സ് കെട്ടിയത് ഓർമ്മയുണ്ടോ? ഇതായി ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്. അവിടുന്ന് നല്ല രസമായിരുന്നു, പിന്നെ അത്ര രസമൊന്നും തോന്നിയില്ല. എനിവേ, എല്ലായിടത്തും നല്ല മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. രാത്രിയിലൊക്കെ എണീക്കാൻ തോന്നത്തില്ല. പിന്നെ ഞാൻ നമ്മുടെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട്, സാധാരണ നമ്മൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പുതിയ തീരുമാനം എടുക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്ത് വർഷം പകുതി ആയപ്പോഴാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് നേരെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ആ ഒരു ഷോപ്പിൽ കോഫി, അതായത് ഹോട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കോൾഡ് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഒരു പപ്പായ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു പപ്പായ ജ്യൂസും അതുപോലെ തന്നെ ഈ ഒരു ടിക്ക ബണ്ണിനകത്ത് ഇതേപോലെ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്നാക്സും ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. സോ ഞാൻ നേരെ നെസ്റ്റോയിലിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പച്ചക്കറി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പച്ചക്കറി മീൻസ് നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെക്കുവാണെങ്കിൽ സാലഡ് പോലെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തി നാളത്തേന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡയറിയിൽ എഴുതി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ മറന്നു പോകും എന്നതുകൊണ്ടല്ല, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ നമ്മളിത് റെഗുലറായിട്ട് എഴുതി പോവുകയാണെങ്കിൽ അതും ഒരു ശീലമായി വരും. അതുകൊണ്ടാണ് കേട്ടോ. സോ ഇന്ന് ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ ഇതേപോലെ എഴുതി വെക്കും. നാളത്തേനുള്ള പ്ലാൻ ഇതിൽ എഴുതി വെക്കും കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.